ഹായ് എവരി വൺ, ബിയോണ്ട് ദ പ്ലേറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹോം മെയ്ഡ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 kg മൈദ നല്ലവണ്ണം അരിച്ചെടുത്തത്, 100 ഗ്രാം ഡാൽഡയും 200 ഗ്രാം പാം ഓയിലും കൂടി മിക്സ് ചെയ്തത്, 2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 മുട്ട, കുറച്ച് വെള്ളം. ഇനി എടുത്തു വെച്ച മൈദയിലേക്ക് 2 മുട്ട, ബേക്കിംഗ് സോഡ, പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവിന് കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ നല്ലവണ്ണം നീട്ടി കുഴച്ച് കൊടുക്കണം. നല്ല സോഫ്റ്റായ പൊറോട്ട ഉണ്ടാക്കാൻ ഇതുപോലെ നല്ലവണ്ണം കുഴച്ച് കൊടുക്കണം. കുഴച്ച് നല്ലവണ്ണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉരുട്ടി വെച്ച് ഇതിൽ കുറച്ച് ഓയിൽ തടവി നനഞ്ഞ തുണി കൊണ്ടൊന്ന് മൂടി കൊടുക്കാം. ഈ ഡോ ഒരു 3-4 മണിക്കൂർ വെച്ചാൽ പൊറോട്ട നല്ലപോലെ സോഫ്റ്റായി കിട്ടും. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുണിയെല്ലാം മാറ്റി ഇതൊരു സ്റ്റിക്കി പരുവമായിട്ടുണ്ടാവും. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ബോളുകളാക്കി ഇതുപോലെ മുറിച്ചെടുത്ത് വെക്കാം. ഇനി മുറിച്ച് വെച്ച ബോളുകളുടെ മുകളിലായി ഇതുപോലെ ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. വീണ്ടും ഇതൊരു നനഞ്ഞ തുണി വെച്ച് ഒരു അരമണിക്കൂർ മൂടി വെക്കാം. ഇനി ഇതിൽ നിന്നൊരു ബോൾ എടുത്ത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം റോളിംഗ് പിൻ വെച്ച് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കനം കുറച്ച് പരത്തി കൊടുക്കാം. ഇങ്ങനെ പരത്തിയാൽ പൊറോട്ടയുടെ ലെയർ ഭാഗം കട്ടിയില്ലാതെ കിട്ടും. പരത്തുന്നതിന് മുമ്പ് റോളിംഗ് പിന്നിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കും. പരത്തിയതിന് ശേഷം ഇങ്ങനെ ഇതൊന്ന് വീശിയെടുക്കാം.
വീശിയെടുത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം അടിവശത്തേക്ക് വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഓരോ ബോളുകളും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി കുറച്ചുകൂടി എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായി തുണി വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോന്നായി എടുത്ത് കൈവച്ചൊന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ റോളിംഗ് പിൻ വെച്ച് പരത്തിയാൽ എല്ലാ വശവും ഒരേ കനത്തിലായി കിട്ടും. ഇനി ചൂടായ പൊറോട്ടക്കല്ലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോന്നായി ചുട്ടെടുക്കാം. ഇതിന് മുകളിലായി കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പൊറോട്ടയിൽ നല്ല ഓയിൽ ഒഴിച്ചു കൊടുത്താലേ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പൊറോട്ട കിട്ടുകയുള്ളൂ. ഇനി ഓരോന്നായി ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി ചുട്ടെടുത്ത പൊറോട്ട ചൂടോടെ തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല ലെയറായി കിട്ടണമെങ്കിൽ ചൂടോടെ തന്നെ ഇതൊന്ന് അടിച്ചെടുക്കണം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.